പഞ്ചഭൂതങ്ങളുടെ സാത്വികാംശത്തിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നത്, രാജസികാംശത്തിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നത്, സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാവുന്നത് താമസികാംശത്തിൽ നിന്നാണോ? പഞ്ചീകരണം നടക്കുന്നത് താമസികാംശത്തിനല്ലേ? വിശദീകരിക്കാമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത് മൊത്തം ഭൂതങ്ങൾ തന്നെ താമസികമാണ്. ഈ വിഷയം വേദാന്ത പ്രകരണങ്ങളിലൊക്കെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വേദാന്ത പ്രകരണങ്ങളിലും ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രകരണം, ഇപ്പോൾ ഓർമ്മ വരുന്ന പ്രകരണം പറയാം. വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശിയിൽ സ്പഷ്ടമായി പറഞ്ഞു തരും. തമപ്രധാന പ്രകൃതേ തദ്ഭോഗായേശ്വരാജ്ഞയാ വിയത് പവന തേജോംബുഭുവോ ഭൂതാനി ജഗ്നിരേ. തമപ്രധാന പ്രകൃതിയിൽ നിന്ന്, അപ്പം അതിന് മുമ്പ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? സത്വപ്രധാനമായ മായയെ പറഞ്ഞിട്ടുണ്ട്, തതുപാധികനായ ഈശ്വരനെ പറഞ്ഞിട്ടുണ്ട്, മലിനസത്വയായ അവിദ്യയെ പറഞ്ഞിട്ടുണ്ട്, തതുപാധികനായ ജീവനെ പറഞ്ഞിട്ടുണ്ട്. അനന്തരമാണ് പറയുന്നത് തമപ്രധാനമായ പ്രകൃതിയിൽ നിന്ന് തദ്ഭോഗായ ജീവന്റെ ഭോഗത്തിനായിക്കൊണ്ട് ഈശ്വരാജ്ഞയ ഈശ്വരന്റെ ആജ്ഞ കൊണ്ട് വിയത് പവന തേജോംബു ഭുവോ ഭൂതാനി ജഗ്നിരേ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ ഭൂതങ്ങൾ ഉണ്ടായി. അപ്പൊ ഭൂതങ്ങൾ 5 ഉണ്ടാവുന്നത് തമപ്രധാന പ്രകൃതിയിൽ നിന്നാണ്. അതിൻ്റെ സാത്വികാംശങ്ങളിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ ചേർന്നിട്ട് അന്ധക്കരണം, രാജസികാംശങ്ങളിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങൾ ചേർന്നിട്ട് പ്രാണങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ്. സൂക്ഷ്മഭൂതങ്ങളുടെ ഗുണവിനിമയം സംഭവിക്കുന്നു. അതായത് ശബ്ദഭൂതത്തിൻ്റെ കൂടെ സ്പർശം, രസം, ഗന്ധം, രൂപം, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ ചേരുന്നു. ശബ്ദത്തിൻ്റെ കൂടെ ചേർന്ന പോലെ ഓരോന്നിനും മനസ്സിലാക്കണം. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളുടെ കൂടെ അന്യങ്ങളായ 4 ചേരുന്നു. അപ്പോൾ അത് ഓരോന്നും സ്ഥൂലഭൂതമായി തീരുന്നു. ഇതാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. തൊട്ട് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഇതെങ്ങനെ തെളിയിക്കുക? ആചാര്യൻ പറഞ്ഞു, അതിൽ ഞാൻ ഉറച്ച് സ്വീകരിക്കുന്നു, ശ്രദ്ധാപൂർവം അതിനെ വിശ്വസിക്കുന്നു, അത്രയും മറുപടിയുള്ളൂ. അല്ലാണ്ട് ഇത് എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോഴാണ് സ്ഥൂലഭൂതം ഉരുത്തിരിയുന്നത്. ഈ സ്ഥൂലഭൂതങ്ങൾ ചേർന്നിട്ടാണ് ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നത്. പഞ്ചീകരണം നടക്കുന്നത് താമസികാംശത്തിനല്ല, സാത്വികാംശത്തിനല്ല, രാജസികാംശത്തിനുമല്ല, സൂക്ഷ്മഭൂതങ്ങൾക്കാണ്. സൂക്ഷ്മഭൂതങ്ങൾ ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഭൂതത്തിൽ തമസാണ് മുന്നിട്ട് നിൽക്കുക.